അവൾ കഴിക്കുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ഷീ ഈറ്റിംഗ് ആണോ, ഡസ് ഷീ ഈറ്റ് ആണോ, ഹാസ് ഷീ ഈറ്റൻ ആണോ? അത് ആലോചിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും ബേസിക്സൊക്കെ കുറേ പഠിച്ചാലും അപ്ലൈ ചെയ്യാൻ വരുമ്പോഴാണ് ഇവിടെയൊക്കെ നമ്മൾ അയ്യോ എനിക്കറിയില്ലല്ലോ, അത് കറക്റ്റായിട്ട് അറിയില്ല, അപ്പം പിന്നെ ചോദിക്കേണ്ടെന്ന് വിചാരിച്ചിരിക്കുക. ഇങ്ങനെ വിചാരിക്കരുത്. അപ്ലൈ ചെയ്താലേ നമുക്ക് ഇതൊക്കെ കൊണ്ടൊരു ഉപകാരമുള്ളൂ അല്ലേ. ഇങ്ങനെ കുറേ ഇംഗ്ലീഷ് പഠിച്ചിരുന്ന കാര്യം ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. വളരെ സിമ്പിളാണ്. ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. ഈ വീഡിയോ കഴിയുമ്പോഴേക്കും ഇത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കും. ഒരു സംശയമില്ലാണ്ട് നിങ്ങളത് യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ഇസ് ഷീ എവിടെ ഉപയോഗിക്കാൻ നോക്കാം. പൊതുവെ നമ്മൾ ഇസ് ഷീ കഴിഞ്ഞിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ, ലൈക്ക് ഒരു അഡ്ജക്റ്റീവ് എന്ന് പറയും അല്ലേ, ഒരാളുടെ വിശേഷണം. ലൈക്ക് ഇസ് ഷീ ഹാപ്പി, ഇസ് ഷീ സാഡ്, ഇസ് ഷീ ഇന്ത്യൻ, ആ രീതിയിലൊക്കെ നമ്മൾ സെൻറ്റൻസസ് ഉപയോഗിക്കും. അപ്പോൾ ഇസ് ഷീ കഴിഞ്ഞിട്ട് വരുന്ന വാക്ക് അവിടെ ശ്രദ്ധിച്ചോ, എന്തായിരിക്കും അത്? ഒന്നില്ലെങ്കിൽ ഒരാളുടെ ഒരു അവസ്ഥ, ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ അയാളുടെ സ്റ്റേറ്റ്, അവസ്ഥ. രണ്ടാമത് അയാളുടെ ജോലി, പ്രൊഫഷൻ. മൂന്നാമത് അയാളുടെ ലൊക്കേഷൻ, അയാൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണുള്ളത് എന്ന് ചോദിക്കണമെങ്കിലാണ് ഈ ഇസ് ഷീ കഴിഞ്ഞിട്ടൊരു വാക്ക്. അങ്ങനെ നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് മൂന്നെണ്ണം? അയാളുടെ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ എന്ന് വെച്ചാൽ അവസ്ഥ, രണ്ടാമത് അയാളുടെ ജോലി, ജോബ്, മൂന്ന് അയാളുടെ ലൊക്കേഷൻ. ഓർത്ത് വെച്ചോ. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ജോലി, ഡോക്ടർ ആവാം അല്ലേ, അതൊരു ജോലിയല്ലേ. അപ്പോൾ അവളൊരു ഡോക്ടറാണോ എന്ന് ചോദിക്കണമെങ്കിൽ, അയാളുടെ പ്രൊഫഷൻ ചോദിക്കണമെങ്കിൽ ഇസ് ഷീ എ ഡോക്ടർ. അവിടെ എ എന്നുള്ളൊരു വാക്ക് ചേർക്കാൻ മറക്കരുത്. പ്രൊഫഷനൊക്കെ ചോദിക്കുമ്പം ഒരു ഡോക്ടറാണോ എന്ന് ചോദിക്കണം. നമ്മൾ മലയാളത്തിൽ അവൾ ഡോക്ടറാണോ എന്ന് ചോദിച്ചാൽ മതി. അവൾ ഒരു ഡോക്ടറാണോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ല അല്ലേ. പക്ഷേ ഇംഗ്ലീഷിൽ ഇസ് ഷീ എ ഡോക്ടർ എന്ന് തന്നെ ചോദിക്കണം. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുമല്ലോ. അപ്പോൾ അവൾ ടീച്ചറാണോ എങ്ങനെ പറയും? ഇസ് ഷീ എ ടീച്ചർ. വെരി ഗുഡ്. ഇസ് ഷീ എ ടീച്ചർ. അപ്പം നമ്മൾ പ്രൊഫഷൻ പറഞ്ഞു. രണ്ടാമത്തത് കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്, അയാളുടെ അവസ്ഥ. ഒരാളുടെ അവസ്ഥ എന്തൊക്കെ ആയിരിക്കാം? അയാൾ ടയേർഡ് ആയിട്ടുള്ള അവസ്ഥയായിരിക്കാം, ഹാപ്പി ആയിട്ടുള്ള അവസ്ഥയായിരിക്കാം, സാഡ് ആയിരിക്കാം, എക്സൈറ്റഡ് ആയിരിക്കാം, കൺഫ്യൂസ്ഡ് ആയിരിക്കാം. ആകെ ഇങ്ങനെ ഇതെന്താപ്പാ എന്ന് ആലോചിച്ചേക്കണേ. നമ്മൾ ഈ വീഡിയോയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ എങ്ങനെയാണെന്ന് ആലോചിച്ചേ, ഇതെങ്ങനെയാണെന്ന് ആ സ്റ്റേറ്റ്, കൺഫ്യൂസ്ഡ് ആയിരിക്കാം. ഇതൊക്കെ ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ ഒരാളെ നമ്മളിങ്ങനെ പറയില്ലേ, ഓ നല്ല ബ്യൂട്ടിഫുൾ ആണ്, അത് അയാളുടെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു സ്റ്റേറ്റ് ആണ് അല്ലേ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ആളാണ്. അല്ലെങ്കിൽ എന്താ വേറെ അല്ല, അയാൾ ഹാൻസം, ആണുങ്ങളാണെങ്കിൽ ഹാൻസം എന്ന് പറയും, ചുള്ളനാണ് എന്ന് പറയാം. ഇങ്ങനത്തെ ഒക്കെ കാര്യത്തിനും ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ എസ് ഷീ വെച്ച് പറഞ്ഞാലും, ഷീ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞാലും, ഹീ വെച്ച് ഉപയോഗിച്ചാലും ഇതേ റൂൾസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൾ ടയേർഡ് ആണോ എങ്ങനെ പറയും? ഇസ് ഷീ ടയേർഡ്. അവൾ ഹാപ്പി ആണോ? ഇസ് ഷീ ഹാപ്പി. അവൾ ദുഃഖിതയാണോ? സാഡ്. ഇസ് ഷീ സാഡ്. അപ്പോൾ ഒരാളുടെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കാൻ അല്ലേ. അവൾ സുന്ദരിയാണോ? ഇസ് ഷീ ബ്യൂട്ടിഫുൾ അല്ലേ. ഇനി മൂന്നാമത് അവൾ പറഞ്ഞെന്താ? ലൊക്കേഷൻ, അവരുടെ സ്ഥാനം. അവൾ വീട്ടിലാണോ എന്ന് ചോദിക്കും. അപ്പോൾ ലൊക്കേഷൻ പറയുമ്പോൾ നമ്മൾ അറ്റ് എന്നുള്ള വാക്ക് ആ സ്ഥലത്തിന് മുമ്പ് പറയണം. ഇസ് ഷീ വീട്ടിലാണോ? അറ്റ് ഹോം. ഇസ് ഷീ അറ്റ് ഹോം. ഓക്കെ. സ്കൂളിലാണോ? ഇസ് ഷീ അറ്റ് സ്കൂൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ മനസ്സിലായോ? ആദ്യം ഹീയോ ഷീയോ ഇറ്റോ, ഇത് മൂന്ന് വരുമ്പോഴേ ഈ സ്ട്രക്ചർ ഉപയോഗിക്കുള്ളൂ കേട്ടോ. അതല്ലാണ്ട് സംഭവങ്ങളുണ്ട്. ദേ, വി, ഐ, യു, അതൊക്കെ വരുമ്പോൾ ആർ യു എന്ന് പറയാം. ആർ ദേ, ആർ യു, ആർ വി, അവിടെ ആറാണ് ഉപയോഗിക്കുക. എസ് ഉപയോഗിക്കുക ഹീ, ഷീ, ഇറ്റ് നമ്മൾ സബ്ജക്റ്റായി വരുമ്പോൾ മാത്രമാണ്. ഓക്കെ. ഇനി ഇതൊരു കോമൺ മിസ്റ്റേക്ക് പറഞ്ഞുതരാം. അവൾ പോയോ? ഇസ് ഷീ ഹാസ് ഗോൺ എന്ന് ചോദിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയല്ല പറയാ. അവിടെ നമ്മൾ ഇസ് ഷീ ആദ്യം വേണ്ട, ഹാസ് ഷീ ഗോൺ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ അതെന്താ സംഭവം? ഇവിടെ നമ്മൾ ഇസ് ഷീ ഇങ്ങനെ ചോദിക്കുമ്പം അവിടെ നമ്മൾ വേറൊരു പ്രവൃത്തിനെ കുറിച്ച് പറയുന്നില്ല. പോവുക, വരിക, ഓടുക, ചാടുക, ചിന്തിക്കുക, മലക്കം പറയുക, ഇങ്ങനത്തെ ഒരു പ്രവൃത്തിനെ കുറിച്ചും നമ്മൾ പറയുന്നില്ല. അവൾ പോവുകയാണോ, ഓടുകയാണോ, വണ്ടി ഓടിക്കുകയാണോ, ഇങ്ങനത്തെ ഒരു പ്രവൃത്തിനെ കുറിച്ചും നമ്മൾ പറയുന്നില്ല. ആവുക എന്നതാണ് അവിടെ പ്രവൃത്തി. ഓക്കെ. അവിടെ വേർബ് എന്ന് പറഞ്ഞാൽ ആവുക, അത് ബി എന്ന് പറയും പ്രവൃത്തി. ആ ബിയുടെ ഒരു ഫോമാണ് എസ്. അതുപോലെ തന്നെ വേറൊരു ഫോമാണ് ആർ. ഇനിയും ഫോംസ് ഉണ്ട്, പക്ഷെ നമുക്കിത് മതി. അപ്പോൾ ഹീ ഷീ ഇട്ട് വരുമ്പം ഇവള് ഇങ്ങനെയാണോ എന്ന് ചോദിക്കണം. ആവുകയാണ് അവിടെ വേർബ്.
ആവുക. അതിൻ്റെ ആവുക എന്ന് പറഞ്ഞാൽ ആയി, ആണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആവുക എന്നുള്ള ആ ബിയുടെ ഒരു ഫോമാണ്. നമ്മൾ മലയാളത്തിൽ ആവുക എന്ന് പറയുന്നില്ലേ, അതാണ് ബി എന്ന് പറഞ്ഞ ആ വാക്ക്. അതിന് പല പല വകഭേദങ്ങളുണ്ട്. മലയാളത്തിൽ ആവുക എന്നുള്ളതിന് ആയി, ആണ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ഇതിനൊക്കെയുള്ള വേറെ ഫോംസാണ് ആർ, എസ്, ആം ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഹീ, ഷീ, ഇറ്റ് വരുമ്പോൾ നമ്മൾ എസ് ഉപയോഗിക്കാം. അവൾ ഉയരമുള്ളതാണോ, എസ് ഷീ ടോൾ. ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ കണ്ടോ, അവൾ പോയോ, അവിടെ ഗോ, പോവുക എന്നൊരു വേർബുണ്ട്. അപ്പം നിങ്ങൾ എസ് ഒന്നും വേണ്ട, ഹാസ് ഷീ ഗോൺ എന്നാണ് ഉപയോഗിക്കുക. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി എടുത്തു തരാം. പക്ഷെ ഞാൻ പറയണത് ഇതൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വേറൊരു പ്രവൃത്തിയെക്കുറിച്ച് നമ്മളങ്ങനെ പറയുമ്പോൾ എസ് ഉപയോഗിക്കരുത്. ഈ പറഞ്ഞ എക്സാമ്പിളിൽ അത് വരും. അതിനിയും ഈസ് ഷീ ഗോയിങ് എന്നൊരു ഫോം ഉണ്ട്, അത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. നമ്മൾ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒരാളുടെ കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്, അയാളുടെ പ്രൊഫഷൻ, അയാളുടെ ലൊക്കേഷൻ. ഇത് 3 പറയുമ്പോൾ ഇങ്ങനെ ഇസ് ഷീ, സ്ഥലമാണെങ്കിൽ അറ്റ് ആ സ്ഥലം, അറ്റ് ആ പ്ലേസ്, അറ്റ് ആ സ്ഥലം. അല്ലെങ്കിൽ ഇസ് ഷീ സുന്ദരിയാണോ, ഉയരമുള്ള ആളാണോ, തടിച്ച ആളാണോ, അങ്ങനെ ചെറിയ ആളാണോ, ഇസ് ഷീ സ്മോൾ, ഇസ് ഷീ ബിഗ്, ഇസ് ഷീ ടോൾ, അങ്ങനെ അയാളെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ അയാളുടെ അവസ്ഥ, ടയേർഡ്, ഹാപ്പി. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇസ് ഷീ എ ടീച്ചർ, ഇസ് ഷീ എ ഡോക്ടർ, ഇസ് ഷീ എ നേഴ്സ്. ഓക്കെ, ഹീയും ഇതുമാതിരി തന്നെ. ഓക്കെ, അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയാം, ഇത് കറക്റ്റാണെന്ന് പറയണേ. ഇസ് ഷീ യോർ ടീച്ചർ, അവൾ നിങ്ങളുടെ ടീച്ചറാണോ? ഇതിങ്ങനെയാണ് ചോദിക്കുക. ഇസ് ഷീ യോർ ടീച്ചർ? പറ്റും. യോർ ടീച്ചർ, നിങ്ങളുടെ ടീച്ചർ, അത് കുഴപ്പമൊന്നുമില്ല. ഇസ് ഷീ യോർ ടീച്ചർ കറക്റ്റാണ്. അടുത്ത സെൻറ്റൻസ് ചോദിക്കാം. ഇസ് ഷീ ഡൺ ഹെർ ഹോംവർക്ക്? അത് കറക്റ്റാണോ? അല്ല. ഡു, ചെയ്യുക, അങ്ങനെ ഒരു പ്രവൃത്തി വന്നപ്പോൾ നമ്മൾ ഇസ് ഷീ ഡൺ എന്ന് പറയാൻ പാടില്ല. അപ്പം ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ ഇസ് ഷീ വരുമോ ഇല്ലയോ? ഡാഷ് അറ്റ് ദ ഹോസ്പിറ്റൽ, ഇസ് ഷീ അറ്റ് ദ ഹോസ്പിറ്റൽ വരുമോ? വരും, ആ സ്ഥലമല്ലേ. അപ്പം ഇസ് ഷീ അറ്റ് ദ ഹോസ്പിറ്റൽ കറക്റ്റ് സെൻറ്റൻസ് ആണ്. അവൾ ഹോസ്പിറ്റലാണോ? അടുത്തത് ഡാഷ് ഫിനിഷ്ഡ് ദ ബുക്ക്, അങ്ങനെ വരുമോ? ഇസ് ഷീ ഫിനിഷ്ഡ് ദ ബുക്ക്, അത് വരുമോ? ഇല്ല. ഫിനിഷ് എന്ന് പറഞ്ഞാൽ തീർക്കുക, അതൊരു വേറൊരു പ്രവൃത്തിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഇസ് ഷീ പറയില്ല. ഇസ് ഷീ ഫിനിഷ് ദ ബുക്ക് എന്ന് പറയില്ല. ഓക്കെ, അടുത്തത്. അപ്പോൾ ഇവിടേക്ക് എന്താ വരിക എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. അടുത്താണ് ഹാസ് ഷീ. ഇതിൻ്റെ ടെൻസ് ഇപ്പം നമ്മൾ ഇസ് ഷീ പറഞ്ഞില്ലേ, അത് സിമ്പിൾ പ്രസൻറ്റും. ഹാസ് ഷീ എന്ന് പറയുമ്പം അത് പ്രസൻറ്റ് പെർഫെക്റ്റുമാണ് ടെൻസ്. അറിയണമെങ്കിൽ പറയാണ് കേട്ടോ. അപ്പോൾ അവൾ കഴിച്ചോ? എന്താ അർത്ഥം? ഹാസ് ഷീ ഈറ്റൻ എന്ന് വെച്ചാൽ അവൾ നമ്മുടെ കുട്ടിയാണ്, അപ്പോൾ കഴിച്ചു കഴിഞ്ഞോ, വയറ് ഫുള്ളാണോ, ഇല്ലെങ്കിൽ അവൾ കരയോ കുറച്ച് കഴിഞ്ഞാൽ എന്നറിയാൻ വേണ്ടി ചോദിക്കുക, അവൾ കഴിച്ചോ? ഹാസ് ഷീ ഈറ്റൻ. ഇത് തന്നെ വേണമെങ്കിൽ പാസ്റ്റ് ടെൻസിൽ ചോദിക്കാം. പാസ്റ്റ് ടെൻസിൽ ചോദിക്കുമ്പോൾ എന്താ ഉപയോഗിക്കുക? ഡിഡ് ഷീ ഈറ്റ്, അല്ലേ? അപ്പോൾ നമ്മൾ ഈറ്റ് എന്നുള്ള വേർബ് മാറ്റില്ല. ഡിഡ് ഷീ ഈറ്റ്. ഇവിടെ എന്തിനാണ് നമ്മൾ ഹാസ് ഷീ ഈറ്റ് എന്ന് ചോദിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. എന്തിനാണ് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത്? ഡിഡ് ഷീ ഈറ്റ് എന്ന് ചോദിച്ചാൽ പോരെ? ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം, ആ കാര്യം ഇപ്പം അതിന് റെലവൻസ് ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ കഴിച്ചതാണെങ്കിൽ ഇപ്പോൾ വിശക്കാൻ പാടില്ല, അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ്, വിശക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം, അല്ലേ? അപ്പോൾ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. ഹാസ് ഷീ ഈറ്റൻ. ഓക്കെ, എന്ന് വെച്ചാൽ ഈ സമയത്ത് ആ മുമ്പ് ചെയ്ത പ്രവൃത്തി ഇപ്പം അതിൻ്റെ റെലവൻ്റ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ടെൻസ് ഹാസ് ഷീ വെച്ചിട്ടാണ് പറയുക. ഇപ്പോൾ അവൾ നിന്നെ വിളിച്ചോ? ഇത് വേണമെങ്കിൽ പാസ്റ്റ് ടെൻസിൽ ഡിഡ് ഷീ കോൾ യു എന്ന് ചോദിക്കാം. ഡിഡ് ഷീ കോൾ യു, അല്ലേ? ആ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവളോട് പറയണം ആ കുഴപ്പമില്ല എന്നൊക്കെ, വേറൊരു അടുത്തതിൻ്റെ കാര്യം ചെയ്യണം. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ റെലവൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ അവൾ വിളിച്ചോ എന്ന് വെച്ചാൽ ജസ്റ്റ് വിളിക്കുമെന്ന് പറഞ്ഞാൽ വിളിച്ചോ, അത്രേ ഉള്ളൂ. അങ്ങനെ ഡിഡ് ഷീ കോൾ യു എന്ന് പറഞ്ഞത് കഴിഞ്ഞു. പക്ഷേ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത അവൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മുടെ പുതിയ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? പ്രസൻറ്റ് പെർഫെക്റ്റ്. ഹാസ് ഷീ കോൾഡ് യു. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇന്നലെ അവൾ പറഞ്ഞു ഞാൻ നിന്നെ ഈ ചെക്കനെ വിളിക്കൂന്ന്. അപ്പോൾ ഇവനെ വിളിച്ച് കാണണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചോദിക്കുക, എടാ വിളിച്ചോ അവൾ വിളിച്ചോ? അപ്പോൾ ഇങ്ങനെ പറയാം ഡിഡ് ഷീ കോൾ യു. എന്തോ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചോളൂ, ഡിഡ് ഷീ കോൾ യു. കഴിഞ്ഞു. നമുക്കത് ആ സംഭവം നടന്നോന്ന് അറിഞ്ഞാൽ മതി. പക്ഷേ ചില സമയത്ത് അതല്ല നമുക്കറിയണ്ടേ. നമ്മൾ അവളോട് പറഞ്ഞു, എടാ നീ ഇതൊക്കെ ഒന്ന് തീരുമാനിച്ചിട്ടേ അവനോടൊന്ന് അറിയിക്കുക, അവളൊന്ന് വിളിക്കുക, എന്നിട്ട് നീ എന്താ തീരുമാനം എന്ന് വെച്ചാൽ അവനെ അറിയിക്കുക. അത് കഴിഞ്ഞ് ഞാൻ അവനോട് ചോദിക്കാം അടുത്ത പ്രോസസ്സ് എന്താ തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ അവനോട് ഞാൻ ചോദിക്കാം. ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചു ഇന്നലെ.
എന്നിട്ട് ഇന്ന് താവൻ നിൽക്കുമ്പോൾ ചോദിച്ചു, എടാ അവൾ വിളിച്ചോ, എന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ അത് അറിയണം, അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി തീരുമാനിക്കാൻ. അപ്പോൾ മനസ്സിലായോ, ആ നടന്ന സംഭവം ഇപ്പോഴും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് അറിഞ്ഞിട്ട് വേണം അടുത്ത കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഓക്കെ, എന്നിട്ട് വേണം നമുക്കൊന്ന് ആശ്വസിക്കാൻ അല്ലെങ്കിൽ കരയാൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുക. ഹാസ് ഷീ കോൾഡ് യു, എന്നിട്ട് വേണം എനിക്ക് ഇവനെ പിടിച്ചിരുത്തി അതിൻ്റെ റിപ്പോർട്ടിൻ്റെ പ്ലാനൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ. മനസ്സിലായോ? ഹാസ് ഷീ കോൾഡ് യു. ഇതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെ, എവിടെയെങ്കിലും പോയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുമാതിരി ചോദിക്കാം. ഇപ്പോൾ പാരീസിൽ നീ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? അപ്പോൾ നീ എന്ന് പറയുമ്പോൾ യു അല്ലേ, അവൾ എന്ന് പറയുകയാണെങ്കിൽ ഷീ. അവൾ എപ്പോഴെങ്കിലും പാരീസിൽ പോയിട്ടുണ്ടോ? എങ്ങനെ പറയും? ഹാസ് ഷീ എവർ ബീൻ ടു പാരീസ്. അവിടെ നമ്മൾ പോവുക ഗോ ആണെങ്കിലും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഗോയുടെ നമ്മൾ V3 ഫോം ബിൻ ആയിട്ടാണ് ഉപയോഗിക്കുക. ചിലപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഗോയുടെ V3 ഗോൺ ആണല്ലോ, ഗോൺ ആണ്, പക്ഷെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഗോയുടെ V3 ബിൻ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അവിടെ മാത്രം, ബാക്കി എല്ലാ സ്ഥലത്തും ഗോണ വരിക, പക്ഷെ അവിടെയും പോയിട്ടുള്ള അനുഭവം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം ബിൻ, അവിടെ ഗോൺ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അവൾ പാരീസിൽ പോയിട്ടുണ്ടോ? എന്നെങ്കിലും അവൾക്ക് അവിടെ പോയിട്ടുള്ള അനുഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ അവൾക്ക് ഇപ്പോഴും ആ അനുഭവം ഉണ്ടല്ലോ. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകുന്നില്ലല്ലോ. ഇപ്പോഴും അവിടെ പോയിട്ടുള്ള ആ ഒരു ക്രെഡിറ്റ് അവൾ കൊണ്ടു നടക്കണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ റെലവൻ്റ് ആണത്, ഇപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഹാസ് ഷീ എവർ ബിൻ ടു പാരീസ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് എവിടെയെങ്കിലും പോയിട്ടുള്ള അനുഭവം അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള അനുഭവം, പോകുക മാത്രമല്ല കഴിച്ചിട്ടുള്ള അനുഭവം അല്ലേ. നീ എന്തെങ്കിലും പ്രത്യേകതരം ഒരു പഴമൊക്കെയാണ്, ഇലാമ പഴം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഇതാണ് ഉപയോഗിക്കാം. അപ്പോൾ യു ആണെങ്കിൽ നീ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹാവ് യു എവർ, അവളാണെങ്കിൽ ഹാസ് ഷീ എവർ. മനസ്സിലായോ? അനുഭവങ്ങൾ പറയാൻ അല്ലെങ്കിൽ മുമ്പ് നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം അതിന് എഫക്റ്റ് ഉണ്ട്, അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത് എന്തെങ്കിലും തീരുമാനിക്കാൻ അല്ലെങ്കിൽ നമുക്കൊന്ന് ആശ്വസിക്കാൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനിപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹാസ് ഷീ വെച്ചിട്ടാണ് തുടങ്ങുക. അപ്പോൾ നമുക്ക് മുമ്പ് നടന്ന കാര്യത്തിൻ്റെ റിസൾട്ടോ എക്സ്പീരിയൻസോ ഇപ്പോൾ റെലവൻ്റ് ആണെങ്കിൽ നമ്മളിത് പറയും. പക്ഷേ എപ്പോഴാണ് നീ പോയത് അല്ലെങ്കിൽ അങ്ങനത്തെ വെൻ എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴാണ് വെൻ എന്നുള്ളത് ആ ചോദ്യത്തിൽ വരുമ്പോൾ നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അവൾ പാരീസിൽ പോയിട്ടുണ്ടോ? ഹാസ് ഷീ ബിൻ ടു പാരീസ്. എപ്പോഴാണ് അവൾ പാരീസിൽ പോയിട്ടുണ്ടെന്ന് ചോദിക്കണമെങ്കിൽ വെൻ ഹാസ് ഷീ ബിൻ ടു പാരീസ് എന്ന് പറയില്ല. അവിടെ നമ്മൾ വെൻ ഡിഡ് ഷീ ഗോ ടു പാരീസ് എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ മനസ്സിലായോ? ഹാസ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഹീ ഷീയോ ഇറ്റോ. അയ്യു ദേവി വരില്ല. അയ്യു ദേവി വരണമെങ്കിൽ അവിടെ ഹാവ് ആയിരിക്കണം ആദ്യം. അപ്പോൾ ഹാസ് പ്ലസ് സബ്ജക്റ്റ് ഹീ ഷീ ഇറ്റ് പിന്നെ V3 ഫോം. ഈ V3 ഫോം എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ ഓരോ ഫോമാണ്. നമ്മൾ ഓരോരോ സെൻറ്റൻസിൽ ഓരോ ടൈപ്പ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ചിലപ്പോൾ ഈറ്റ് ഉപയോഗിക്കും, ചിലപ്പോൾ ഈറ്റ്സ് ഉപയോഗിക്കും, ചിലപ്പോൾ ഈറ്റൻ ഉപയോഗിക്കും, ചിലപ്പോൾ ഈറ്റിംഗ് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനത്തെ ഫോംസ്, ഈ ഫോംസിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ കോമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് എടുത്ത് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് വായിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഓർമ്മ വെക്കും ഏതൊക്കെയാണ് അതിൻ്റെ V3 ഫോം എന്നുള്ളത് കേട്ടോ. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കേണ്ട എല്ലാ വേർബുകളുടെയും ഒരു ലിസ്റ്റ് ഞാൻ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കോമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി, അവിടെ ഉണ്ടാവും. അപ്പോൾ ഹാസ് പിന്നെ സബ്ജക്റ്റ് പിന്നെ V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. V3 തന്നെ പറയുന്ന പേരാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. അവൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തോ എന്ന് വെച്ചാൽ ഇപ്പോഴും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് നോക്കണം. എനിക്ക് ജസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് കാണണം. അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ചൊന്ന് അടുത്ത നമുക്കൊരു മനസ്സിൽ തീരുമാനം എടുക്കണം. അപ്പോൾ എന്താ പറയുക? ഹാസ് ഷീ ഡൺ. ചെയ്യുക ഡു, അതിൻ്റെ V3 ഡൺ. ഹാസ് ഷീ ഡൺ ഹർ ഹോംവർക്ക്. ഓക്കെ. അവൾ ജോലിക്ക് പോയിട്ടുണ്ടോ? പോവുക, അവിടെ ഗോ വരിക. നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് ബീൻ ഉപയോഗിക്കുക. മനസ്സിലായോ? ജോലിക്ക് പോവാന്ന് വെച്ചാൽ നടന്നു പോവില്ലേ ജോലിക്ക്, അതിന് നമ്മൾ ഗോ ഉപയോഗിച്ചാൽ മതി, ഗോൺ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ മതി. മനസ്സിലായോ? നമ്മൾ ബീൻ എന്നുള്ള ആ V3 ഫോം അത് ഉപയോഗിക്കുക. പാരീസിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, ഉഗാണ്ടയിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, ആ എവിടെയെങ്കിലും പോയിട്ടുള്ള എക്സ്പീരിയൻസ് പറയുമ്പോഴാണ് ബിൻ എന്ന് പറയുക. ഓക്കെ. സാധാരണ പോകുന്നതിന് നമ്മൾ ഗോയുടെ V3 ഗോൺ ഉപയോഗിച്ചാൽ മതി. അവൾ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകണോ? അപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ടോ അവൾ? എന്താ ചെയ്യുക? ഹാസ് ഷീ ഗോൺ ടു വർക്ക്. ഓക്കെ. അപ്പോൾ ഈ ഹാസ് ഷീയും ഡിഡ് ഷീയും നമ്മൾ ഇത്തിരി കൺഫ്യൂഷൻ വരാറുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി പല സമയത്ത് ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഡിഡ് ഷീ ഗോ, ഹാസ് ഷീ ഗോൺ രണ്ടും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നടന്നോ ജസ്റ്റ് ഇത് കഴിഞ്ഞോ എന്ന് മാത്രം അറിയണമെങ്കിൽ ഡിഡ് വെച്ചാൽ മതി. ഡിഡ് ഷീ ഗോ, പോയോ, പോയി സമാധാനം ഇരിക്കാം. വെറുതെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ പറയാം പോയാ, ഡിഡ് ഷീ ഗോ. ഓക്കെ. പോയിട്ടുണ്ടെങ്കിൽ എന്താ ഒരു നമുക്ക് അത് ഇപ്പോഴും റെലവൻ്റ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക്
ഹാസ് ഷീ ഗോൺ ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഹാസ് ഷീ എന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹാസ് ഷീ, ഇവിടുത്തെ എല്ല് കുറച്ചായിട്ടൊന്നിങ്ങനെ ആവും, ട്വിച്ച് ചെയ്യും. അതെന്താ കാരണം വെച്ചാൽ കുറച്ച് പാടാ. എന്ന് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര പാടാ. അപ്പോൾ അത് നമ്മൾ ഹാസ് ഷീ അങ്ങനെ പറഞ്ഞാൽ മതി. ഹാസ് ഷീ എന്നെടുത്ത് പറയണ്ട, ഒറ്റ ഇതിന് ഹാസ് ഷീ. ഓക്കെ, ഹാസ് ഷീ. അപ്പോൾ ഫാസ്റ്റായിട്ട് പറയാൻ പറ്റും. എന്നാണ് ചോദ്യം ചോദിക്കട്ടെ, ഇവിടെ ഹാസ് ഷീ ആണോ ഇസ് ഷീ ആണോ അതോ ഡിഡ് ഷീ ആണോ എന്ന് പറയണം. ഇത് എവർ സീൻ എ ഡോൾഫിൻ, അവൾ എപ്പോഴെങ്കിലും ഡോൾഫിൻ കണ്ടിട്ടുണ്ടോ? ഒരു എക്സ്പീരിയൻസ് ചോദിക്കുക, ഒരു അനുഭവം ചോദിക്കുക. അപ്പോൾ ഏതാ വേണ്ടേ? ഹാസ് ഷീ എവർ സീൻ എ ഡോൾഫിൻ. അപ്പോൾ ഹാസ് ഷീ കഴിഞ്ഞിട്ട് കണ്ടോ എവർ സീൻ V3 വന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം ഇസ് ഷീ അല്ല. ഇസ് ഷീ കഴിഞ്ഞിട്ട് എന്താ വരിക? പറഞ്ഞില്ലേ, ഇസ് ഷീ എ ടീച്ചർ, പ്രൊഫഷൻ, അല്ലെങ്കിൽ അവളുടെ സ്റ്റേറ്റ്, ബ്യൂട്ടിഫുൾ, ടോൾ, ഫാറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക ഗുഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ, ഒരു കണ്ടീഷൻ, ടയേർഡ്, അല്ലെങ്കിൽ ലൊക്കേഷൻ, അറ്റ് ദ സ്കൂൾ, അറ്റ് ദ ഹോസ്പിറ്റൽ, അങ്ങനെ. ഇവിടെ അതൊന്നുമല്ല, V3 വന്നു. അപ്പോൾ തന്നെ ഹാസ് ഷീ എവർ സീൻ എ ഡോൾഫിൻ. ഓക്കെ, ഇനി ഇതോ ഡാഷ് ഗോ ടു ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ്, എന്താ വരിക? കണ്ടോ അവിടെ ഓൾറെഡി ആ സമയം പറയുന്നുണ്ട്, നടന്നു കഴിഞ്ഞ സമയമാണ്. അപ്പം നമ്മൾ ഡിഡേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോൾ ആ സെൻറ്റൻസിൽ പാർട്ടിക്ക് അവൾ പോയോ എന്ന് ചോദിക്കണമെങ്കിൽ വേണമെങ്കിൽ ഡിഡ് ഷീ ഗോ ടു ദ പാർട്ടി അല്ലെങ്കിൽ ഹാസ് ഷീ ഗോൺ ടു ദ പാർട്ടി എന്ന് ഉപയോഗിക്കാം. പക്ഷേ അവിടെ ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ സമയം, ഇന്നലെ രാത്രി, അതാണ് ലാസ്റ്റ് നൈറ്റ്, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞു പോയ സമയമാണ്. കഴിഞ്ഞു പോയ സമയം പറയുമ്പോൾ ഒരിക്കലും പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യരുത്. ഹാസ് ഷീയോ ഹാവ് യു ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കഴിഞ്ഞു പോയ സമയം ആ സെൻറ്റൻസിലുണ്ടെങ്കിൽ ഡിഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊന്ന് ഓർത്ത് വെക്കണേ. ഇത് മാത്രമല്ല, അത് ഡിഡാന്ന് മനസ്സിലാക്കാൻ വേറൊരു സാധനം കൂടി ഉണ്ട് അവിടെ. മനസ്സിലായോ? ഡിഡ് ഷീ ഗോ, കണ്ടോ ഹാസ് ഷീ ആയിരുന്നെങ്കിൽ ഗോൺ എന്ന് വരണമായിരുന്നു. ഈ സെൻറ്റൻസിൽ ഹാസ് ഷീ വരില്ല, ലാസ്റ്റ് നൈറ്റ് വന്ന കാരണം. വേറൊരു ക്ലൂ കൂടി ഉള്ളത് ഡിഡ് ഷീ ഗോ. ആ ഗോ വന്നത് ഡിഡിൻ്റെ കൂടെ മാത്രമേ ഗോ വരുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡസ് ഷീ. എന്താണ് ഈ ഡസ് ഷീ? ഡസ് ഷീ എന്ന് പറയുന്നത് പ്രവൃത്തികളുടെ ഓടൊപ്പം. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ വേർബ്, നമ്മൾ അവിടെ എസ് ഷീ എന്ന് പറഞ്ഞാൽ ബി ആണ് വേർബ് എന്ന് പറഞ്ഞില്ലേ. ഓടുക, ചാടുക, തിന്നുക, അതൊന്നും അവിടെ വരില്ല. അപ്പോൾ അങ്ങനെ വേർബ് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടതാണ് ഡസ്. എന്ന് വെച്ചാൽ അവൾക്ക് പീസ ഇഷ്ടമാണോ? ഇഷ്ടം, ലൈക്ക്, അതൊരു വേർബാണ്. അപ്പോൾ ഡസ് ഷീ ലൈക്ക് പീസ, അവൾക്ക് ഇഷ്ടമാണോ? ഡസ് ഷീ ലൈക്ക് പീസ. അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ് ഈ ടെൻസ്. എന്നുവെച്ചാൽ ഇങ്ങനെയാണോ കാര്യങ്ങൾ, പീസ ഇഷ്ടമാണോ, ഓക്കെ, അവൾക്ക് അറിയാമോ, ഇതൊക്കെ ഇപ്പോൾ ഉള്ളൊരു കാര്യം നമുക്ക് ചോദ്യം ചോദിക്കേണ്ടത് അല്ലേ. അവിടെ അറിയുക എന്നുള്ളൊരു വേർബ് ഉണ്ട്, ഇഷ്ടമാവുക, ഇഷ്ടം, ലൈക്ക് എന്നുള്ളൊരു വേർബ് ഉണ്ട്, തിന്നുക, കഴിക്കുക, അല്ലെങ്കിൽ ഓടുക, ഇങ്ങനെയൊക്കെ വേർബ്സ് അവിടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിനെ കുറിച്ച് ചോദിക്കണമെങ്കിൽ അല്ലേ. പീസ ഇഷ്ടമാണോ? ആ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഡസ് ഷീ ലൈക്ക്. ഈസ് ഷീ ലൈക്ക് പീസ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൾ പീസയെ പോലെയാണോ, അവളെ കണ്ട ഒരു പീസേനെ പോലെയാണോ എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. മനസ്സിലായോ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഡസ് ഷീ ലൈക്ക് പീസ, മനസ്സിലായോ? അവിടെ അതുകൊണ്ടാണ് ഇസ് ഷീ ലൈക്ക് എന്നുള്ളത് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അർത്ഥം മാറിപ്പോയി, അവളെ കളിയാക്കുന്നതായി. ഒരു പീസേനെ പോലത്തെ ഒരു സാധനം അവൾ എന്ന് പറയുന്ന പോലെ ആയിപ്പോയത് ഇസ് ഷീ ലൈക്ക് പീസ. ഒരിക്കലും അതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കണേ. ഡസ് ഷീ ലൈക്ക് പീസ, അവൾക്ക് ഇഷ്ടമാണോ? അവൾ ഞായറാഴ്ചകളിലേ ജോലിക്ക് പോവാറുണ്ടോ? അങ്ങനെ പറയും. അപ്പോൾ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ അവൾ ജോലി ചെയ്യാറുണ്ടോ, അതായിക്കോട്ടെ. അവൾ ഞായറാഴ്ചകളിൽ ജോലി ചെയ്യാറുണ്ടോ? ജോലി ചെയ്യുക, വർക്ക്. അപ്പോൾ വേറൊരു വേർബ് ഉണ്ട് അവിടെ. അപ്പോൾ ഡസ് ഷീ വർക്ക് ഓൺ സൺഡേസ്, ഡസ് ഷീ വർക്ക് ഓൺ സൺഡേസ്, ഞായറാഴ്ചകളിൽ, ഓൺ സൺഡേസ്. ഇനി അവൾക്കൊരു നായയുണ്ടോ? എങ്ങനെ ചോദിക്കും? ഉണ്ടാവുക, അതിനുള്ള വേർബാണ് ഹാവ്. എന്തെങ്കിലും നമ്മൾ പൊസസ് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും സാധനം ഉണ്ടാവുക, പൊസസ് ചെയ്യുക എന്ന് പറയും, ബിലോങ് ചെയ്യുക, അതിനാണ് ഹാവ് എന്നുള്ള ആ വേർബ് ഉപയോഗിക്കുക. ഇഷ്ടാവുക, ലൈക്ക് ഉപയോഗിച്ചില്ലേ, എഴുതുക, റൈറ്റ് ഉപയോഗിച്ചില്ലേ, അതിൽ എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളതിനുള്ള വേർബാണ് ഹാവ്. അപ്പോൾ ഇതേപോലെ തന്നെ അവൾക്ക് നായ ഉണ്ടോ എന്ന് ചോദിക്കും, ഡസ് ഷീ ഹാവ് എ ഡോഗ്, ഡസ് ഷീ ഹാവ് എ ഡോഗ്. അപ്പോൾ സ്ട്രക്ചർ മനസ്സിലായോ? ആദ്യം ഡസ്, അത് കഴിഞ്ഞ സബ്ജക്റ്റിൽ ഹിയോ ഷിയോ ഇറ്റോ, പിന്നെ വേർബ് ബേസ് ഫോമിൽ, V3 ഒന്നും വേണ്ട, ബേസ് ഫോമിൽ ഡസ് ഷീ have, does she like, does she write, does she eat. ഓക്കെ, ചില ആൾക്കാർക്ക് സംശയം തോന്നും ഈറ്റ്സ് ഉപയോഗിക്കണ്ടേന്ന്.
ഷീ ഹീ ഇറ്റൊക്കെ ഡസ് വരുമ്പോൾ ആ സെൻറ്റൻസിൽ ഡസ് വരുമ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഡസ്സൊക്കെ വലിയ പുള്ളികളാണ്, അവരുടെ കൂടെ എസ് ഇടാൻ പാടില്ല. ഉത്തരമായിട്ട് ഷീ റൈറ്റ്സ്, ഷീ ഈറ്റ്സ്, ഷീ ലൈക്സ് അത് വരും. അത് ഡസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഡസ് ഉള്ളപ്പം എസ് ഇടണ്ട കേട്ടോ. ഡസ്സിൻ്റെ കൂടെ എസ് ഇടണല്ലേ, അത് മതി. അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പം ചെയ്യുന്ന കാര്യമാണ്, ഇപ്പോഴും മുമ്പൊക്കെ എന്നും ട്രൂ ആയിട്ടുള്ള കാര്യം, എന്നും ശരിയായ, എന്നും സത്യമായിട്ടുള്ള കാര്യങ്ങൾ. അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ, അതൊക്കെ ഇങ്ങനെയാണ്. പാസ്റ്റ് അല്ലല്ലോ, ചെയ്യാറുണ്ടോ അതൊക്കെ ഇങ്ങനെ ഡസ് വെച്ചിട്ടാണ് വരിക. ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, അവൾ എല്ലാ ദിവസവും പഠിക്കാറുണ്ടോ. അപ്പോൾ നേരത്തെ ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, സ്പീക്ക് അതാണ് വേർബ്. അവൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അവൾ എല്ലാ ദിവസവും പഠിക്കാറുണ്ടോ, അങ്ങനെ പറയും പഠിക്കുക, സ്റ്റഡി. അപ്പോൾ അതൊരു വേർബാണ്. അപ്പോൾ ഡസ് ഷീ സ്റ്റഡി എല്ലാ ദിവസവും, എവ്രി ഡേ, 2 വേർഡ്സാണേ. ഇവിടെ ഡസ് ഷീ സ്റ്റഡീസ് എവറി ഡേ എന്ന് പറയരുത് കേട്ടോ. ഡസ് കഴിഞ്ഞാൽ നമ്മൾ എസിൻ്റെ വേറെ ആവശ്യമില്ല ആ വേർബിൽ കേട്ടോ. ഡസ് ഷീ സ്റ്റഡി എവറി ഡേ. കോമൺ മിസ്റ്റേക്കാണ് എസ് ഇടുന്നത് കേട്ടോ. കാരണം കുറച്ച് ഗ്രാമർ പഠിച്ചാൽ പറയും ഹീ ഷീറ്റിൻ്റെ ഒപ്പം വേർബിനൂടെ എസ് ഇടണമെന്ന്. അപ്പോൾ നമ്മൾ പറയും ഡസ് ഷീ ലൈക്സ് ടീ ഒക്കെ പറയാൻ ചാൻസ് ഉണ്ട്, ചെയ്യരുത്. ഡസ് ഷീ ലൈക്ക് ടീ ഞാൻ വീണ്ടും എടുത്ത് പറയാം കേട്ടോ. അതുപോലെ ഈ ഡസ് ഷീ പറയുമ്പോഴും നമ്മുടെ ഈ ഒരു എല്ല് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെഡിക്കൽ റീസൺ കൊണ്ട് അങ്ങനെ പറയാൻ നിൽക്കരുത്. ഡഷി എന്ന് പറഞ്ഞാൽ മതി. ഡഷി അതാണ് ഞാൻ എൻ്റെ കോഴ്സിൽ പഠിപ്പിക്കാറ്. ഡഷിയും 2 പിള്ളേരാണ്. ഡഷി. ഓക്കെ. അപ്പോൾ കറക്റ്റ് സെൻറ്റൻസ് ചൂസ് ചെയ്യണേ. 2 സെൻറ്റൻസ് ഉണ്ട്. ഡസ് ഷീ പ്ലേസ് ദ ഗിറ്റാർ ആണോ കറക്റ്റ്, അതോ ഡസ് ഷീ പ്ലേ ദ ഗിറ്റാർ ആണോ? പ്ലേസ് വരില്ല, അവിടെ ഡസ് ഉള്ളതുകൊണ്ട്. ഡസ് ഷീ പ്ലേ ദ ഗിറ്റാർ. ഡസ് ഷീ നോ ദ ആൻസർ ആണോ, ഡസ് ഷീ നോസ് ദ ആൻസർ ആണോ? ഡസ് ഷീ നോ ദി ആൻസർ അല്ലേ. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് പറയാൻ വേണ്ടിയിട്ടും എസ് ഷി ഉപയോഗിക്കും. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, ഇസ് ഷീ, അവിടെ നമ്മൾ ING ഫോം ഉപയോഗിക്കണം. ഇസ് ഷീ സ്റ്റഡീയിങ്. ഇതേപോലെ തന്നെ നമ്മൾ ഇതേ സെൻറ്റൻസ് ഇസ് ഷീ സ്റ്റഡീയിങ്, ഇതേപോലത്തെ സെൻറ്റൻസുകൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉള്ള സെൻറ്റൻസുകൾ നമ്മൾ വേറൊരിൽ ഉപയോഗിക്കാതാ. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഭാവിയിൽ ചെയ്യാൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഇതേ ടെൻസ് ഉപയോഗിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഹൈദരാബാദിലേക്ക് പോകാൻ തീരുമാനിച്ചു, നമ്മുടെ ഒരു പെൺകുട്ടി. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇസ് ഷീ ഗോയിങ് ടു ഹൈദരാബാദ്. അപ്പോൾ 2 അർത്ഥം വരാം. ഒന്ന്, അവളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അവൾ ഹൈദരാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ, ഇസ് ഷീ ഗോയിങ് ടു ഹൈദരാബാദ്. ഇവിടെ ഇല്ല, ട്രെയിനിലാന്ന് പറഞ്ഞു, ഹൈദരാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ, ഇസ് ഷീ ഗോയിങ് ടു ഹൈദരാബാദ്. അതിൻ്റെ അർത്ഥം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണോ എന്നാവാം. അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ വീട്ടിലുണ്ടാവും, അപ്പോൾ നമ്മൾ പറയാം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ അവൾ ഹൈദരാബാദിലേക്ക് പോവാണോ, ഇസ് ഷീ ഗോയിങ് ടു ഹൈദരാബാദ്. അപ്പോൾ 2 അർത്ഥം ഉണ്ട് അവിടെ. ഒന്ന്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഉടനെ ചെയ്യാൻ തീരുമാനിച്ചൊരു കാര്യമാവാം. അപ്പോൾ ഈ 2 കേസിലും ഒരേ സെൻറ്റൻസ് ആണ്. എങ്ങനെയാണ് അർത്ഥം മനസ്സിലാക്കാമെന്ന് വെച്ചാൽ സാഹചര്യം, കോണ്ടെക്സ്റ്റ്, അത് വെച്ചിട്ട് മനസ്സിലാവും. ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് ആളവിടെ കാണുന്നുണ്ടെങ്കിൽ ഇസ് ഷീ ഗോയിങ് ടു ഹൈദരാബാദ് എന്ന് വെച്ചാൽ ഭാവിയിൽ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണോ എന്ന്. അവളിവിടെ ഇല്ല, അവൾ പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് വെച്ചിട്ടാണ് അർത്ഥം. സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ടോ, ഇസ്, അത് കഴിഞ്ഞിട്ട് ഹീ ഷീ ഇറ്റ്, അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ING ഫോം വേണം. ഈറ്റ് ആണെങ്കിൽ ഈറ്റിംഗ്, ഗോ ആണെങ്കിൽ ഗോയിങ്, ബി ആണെങ്കിൽ ബീയിങ്, സേ ആണെങ്കിൽ സേയിങ്. ഓക്കെ, ആ രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ മനസ്സിലായല്ലോ. ഇസ് ഷീ കഴിഞ്ഞിട്ട് 2 രീതിയിൽ വരാമോ. ഇസ് ഷീ ING ഉള്ളൊരു വേർബ് വരാം, അല്ലെങ്കിൽ ഒരു സ്ഥലമോ ഒരു സ്റ്റേറ്റോ പ്രൊഫഷനോ വരാം. ഓക്കെ, അപ്പോൾ അവൾ ഹാപ്പി ആണോ അങ്ങനെ പറയും, ഇസ് ഷീ ഹാപ്പി. അത് ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ ചോദിക്കുക, ഹാപ്പി ആണോ അവൾ. ഇത് ഡസ് വെച്ചെങ്ങനെ ചോദിക്കും, ഡസ് ഷീ ഹാപ്പി എന്ന് ചോദിക്കാൻ പറ്റും. ഡസ് ഷീ കഴിഞ്ഞിട്ടൊരു വേർബ് വേണം. ഡസ് ഷീ ഫീൽ ഹാപ്പി എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പൊതുവെ അങ്ങനെ ചോദിക്കാൻ നിൽക്കാറില്ല. ഇസ് ഷീ ഹാപ്പി, അവളെ ഹാപ്പി ആണോ എന്ന് ചോദിക്കാറുള്ളൂ. സ്ഥിരമായിട്ട് അവൾക്കുള്ളൊരു ഇമോഷൻ ചോദിക്കണമെങ്കിൽ ഡസ് ഷീ ഫീൽ ഹാപ്പി അങ്ങനെ ചോദിക്കാം. ഞാൻ ഈ സെൻറ്റൻസ് വളരെ കോമൺ ആയി ഉപയോഗിക്കുന്നതല്ല, പക്ഷെ ഞാൻ പറയാണ്, അഥവാ ഡസ് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു വേർബ് വേണം. അവൾ ഇപ്പോൾ ഇവിടെയാണോ അങ്ങനെ ചോദിക്കും. അപ്പോൾ ഈ സ്ഥലം, ലൊക്കേഷൻ വരുമ്പോൾ എസ് ഷീ ഇവിടെ, അവിടെ അറ്റ് വേണ്ട കേട്ടോ. ഇവിടെ, അവിടെ, മുകളിൽ, താഴെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അറ്റ് വേണ്ട. ഒരു സ്ഥലത്തിന് ഇപ്പോൾ അറ്റ് ദ മാർക്കറ്റ്, അറ്റ് ദ സ്കൂൾ, അറ്റ് ദ ഹോസ്പിറ്റൽ, അവിടെയാണ് അറ്റ് ഉപയോഗിക്കാം. വീടിന് അറ്റ് ഉപയോഗിക്കണം നിർബന്ധമില്ല.
ഈസ് ഷീ ഹോം എന്ന് ചോദിക്കാം. വേണമെങ്കിൽ ഈസ് ഷീ അറ്റ് ഹോമും കുഴപ്പമില്ല. പക്ഷേ ഹിയർ, ദെയർ, അബ്രോഡ്, അല്ലെ പുറത്ത് വിദേശത്താണോ എന്ന് ചോദിക്കണമെങ്കിൽ അബ്രോഡ്, അപ്സ്റ്റേഴ്സ്, ഡൗൺ സ്റ്റേഴ്സ്, ഔട്ട്സൈഡ്, ഇൻസൈഡ്, ഇതിനൊന്നും കൂടെ അറ്റ് ചേർക്കരുത് കേട്ടോ. ഇസ് ഷീ ഹിയർ നൗ, അവളിപ്പോൾ ഇവിടെ ഉണ്ടോ? ഇസ് ഷീ ഹിയർ നൗ. അവൾ എത്തിയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിലോ ഹാസ് ഷീ അറൈവ്ഡ്, V3 ആണ്, അറൈവ്ഡ് യെറ്റ്, അല്ലെങ്കിൽ ഡിഡ് ഷീ അറൈവ് എന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഹാസ് ഷീ അറൈവ്ഡ് യെറ്റ്. ഗെറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതുവരെ എത്തിയോ, നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഇതുവരെ അവിടെ ഉപയോഗിക്കില്ല, പക്ഷേ ഇംഗ്ലീഷിൽ ഉപയോഗിക്കും. ഈ സമയമാകുമ്പോഴേക്കും എത്തിയിട്ടില്ലേ എന്ന് അറിയണമെങ്കിൽ ഹാസ് ഷീ അറൈവ്ഡ് യെറ്റ്. അങ്ങനെ എത്തിയോ, എത്തിയിട്ടില്ലേ എന്ന് വെച്ചാൽ ഹാസിൻ ഷീ അറൈവ്ഡ് യെറ്റ്. ഓക്കെ, അവൾ സമയത്ത് വരാറുണ്ടോ, എങ്ങനെ പറയും? സ്ഥിരം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അല്ലേ. അപ്പോൾ അവൾ സമയത്ത് വരാറുണ്ടോ, ഓഫീസിലേക്ക് സമയത്ത്, കൃത്യം സമയത്ത് എല്ലാ ദിവസവും വരാറുണ്ടോ? വരിക, കം. ഡസ് ഷീ യൂഷ്വലി, സാധാരണ കം ഓൺ ടൈം. ഡസ് ഷീ യൂഷ്വലി കം ഓൺ ടൈം. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചേക്കട്ടെ, ഡാഷ് ബിൻ ടു ജപ്പാൻ ബിഫോർ. ഇസ് ഷീ ആണോ, ഹാസ് ഷീ ആണോ, ഡസ് ഷീ ആണോ? എളുപ്പമല്ലേ ഇത്? ബിയുടെ V3 ആണ് ബീൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഗോയുടെ V3 ആണ് ബീൻ, പ്രസൻറ്റ് പെർഫെക്റ്റ്ലി. രണ്ട് സാധനങ്ങൾക്ക് ബീൻ എന്നുള്ള സാധനം വരും. അനുഭവങ്ങൾ പറയുമ്പം ഗോയുടെ V3 ആണ് ബീൻ. അപ്പോൾ ജപ്പാനിൽ പോയിട്ടുണ്ടോ മുമ്പ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹാസ് ഷീ ബിൻ ടു ജപ്പാൻ ബിഫോർ. ഇത് ഡാഷ് വാച്ചിങ് എ മൂവി റൈറ്റ് നൗ. അവിടെ എന്താ വരിക? വാച്ചിങ്. കണ്ടോ? അപ്പോൾ ING വരുമ്പോൾ ഇസ് ഷീ വാച്ചിങ് എ മൂവി റൈറ്റ് നൗ. റൈറ്റ് നൗ എന്ന് വെച്ചാൽ ഇപ്പം, നാളത്തെ കാര്യമല്ല പറയണേ. മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൾ, നാളെ പരീക്ഷയാണല്ലോ. ഇസ് ഷീ വാച്ചിങ് എ മൂവി റൈറ്റ് നൗ. ഓക്കെ, ഇതോ ഡാഷ് യൂഷ്വലി ഗോ ടു ദ ജിം ഓൺ ഫ്രൈഡേയ്സ്. സാധാരണ ഫ്രൈഡേയ്സിലേ അവൾ ജിമ്മിൽ പോകാറുണ്ടോ? ജിമ്മിൽ പോവുക, ഗോ. അപ്പോൾ ഡസ് ഷീ യൂഷ്വലി ഗോ ടു ദ ജിം ഓൺ ഫ്രൈഡേയ്സ്. കറക്റ്റ് ആക്കിയോ മൂന്നെണ്ണം? അപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇസ് ഷീ, ഡസ് ഷീ, ഹാസ് ഷീ വെച്ചിട്ട് 4 സെൻറ്റൻസുകൾ. കാരണം ഇസ് ഷീ വെച്ചിട്ട് ഒരെണ്ണം, ഇസ് ഷീ കഴിഞ്ഞിട്ട് ലൊക്കേഷനോ പ്രൊഫഷനോ സ്റ്റേറ്റോ അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷനോ വെച്ചിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക. പിന്നെ ഇസ് ഷീ വെച്ചിട്ടൊരു ING ആ രീതിയിലൊരു സെൻറ്റൻസ് ഉണ്ടാക്കുക. ഡസ് ഷീ വെച്ചിട്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കുക. ഹാസ് ഷീ വെച്ചിട്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കുക. കറക്റ്റായിട്ട് ഉണ്ടാക്കുക. വേർബ് നിങ്ങൾക്ക് പലതും ഉപയോഗിക്കാം. ഗോ ഉപയോഗിക്കാം, ഈറ്റ് ഉപയോഗിച്ച് പറഞ്ഞോളൂ. ഈറ്റ്. ഓക്കെ, വെച്ചിട്ട് ഒരു 4 സെൻറ്റൻസുകൾ ഉണ്ടാക്കി എഴുതുക. അതോടുകൂടി ഇത് ക്ലിയർ ആവും. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു. നിങ്ങൾക്ക് ഗ്രാമറൊക്കെ വെള്ളം പോലെ കലക്കി കുടിച്ചൊരു കോഴ്സ് എടുത്ത് പഠിക്കണമെങ്കിൽ, എന്ന് വെച്ചാൽ ഇതുവരെ ഇംഗ്ലീഷ് നല്ല വൃത്തിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, ഒരു കോഴ്സ് എടുത്ത് കംപ്ലീറ്റ് ക്ലിയർ ആക്കണമെങ്കിൽ ഞാൻ 90 ഡേ കംപ്ലീറ്റ് കോഴ്സ് എടുക്കുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. എൻ്റെ കോഴ്സ് വെബ്സൈറ്റിലൂടെയാണ് ആ കോഴ്സ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവിടെ ഞാൻ തന്നെയാണ് ക്ലിയർ ചെയ്ത് തരാം. ലൈവ് ക്ലാസ് അല്ല, പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് പൊതുവെ എടുക്കാറ്. നമ്മൾ ഇന്ന സമയത്ത് വന്നിരുന്ന് പഠിക്കുന്ന രീതിയല്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഒരു സമയത്ത് കാണുക. എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് ഒക്കെ വരെ കണ്ടുകൊണ്ടിരിക്കുക. അതിൽ കൂടുതൽ കാണണ്ട. 90 ഡേയ്സിൽ നമ്മുടെ ഫുൾ കോഴ്സ് തീരും. അത് കഴിഞ്ഞിട്ട് വേറെയും നമുക്ക് പ്രാക്ടീസിനുള്ള കാര്യങ്ങളുണ്ട്. അത് ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം ചില ആൾക്കാർ ഉഴപ്പാറുണ്ട്, അവർക്ക് ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ ഒന്നും കൊടുക്കാറില്ല. പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. കോഴ്സ് എടുക്കണം നിർബന്ധമൊന്നുമില്ല, യൂട്യൂബ് കണ്ടും പഠിക്കാം. കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം എടുക്കുക. അല്ലെങ്കിൽ താല്പര്യപ്പെട്ട ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക. പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എല്ലാ സംശയവും ചോദിക്കാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ കൊടുക്കും. 90 ഡേയ്സ് കൊണ്ട് നമുക്ക് സൂപ്പറാക്കാം. പിന്നെ അടുത്തൊരു 2-3 മന്ത്സ് നമുക്ക് വേണം പ്രാക്ടീസിന്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയയ്ക്കുക, easyenglishwithvinny.com. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കേണ്ട, ഒരു സംസാരിക്കാനൊരു കേപ്പബിലിറ്റി ഉണ്ടാക്കണമെന്നാണെങ്കിൽ, അത് മാത്രം ആഗ്രഹമുള്ളെങ്കിൽ 30 ഡേ വാട്സപ്പ് ഇംഗ്ലീഷ് കോഴ്സ് എടുക്കാം. അടിപൊളി കോഴ്സാണ്, നല്ല റിസൾട്ട് തരുന്ന കോഴ്സാണ്. താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്ന്. അടുത്ത ദിവസം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാതെ വരേക്കും. ബൈ.